ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പ്രീമിയം പെട്രോളിന് വില കൂട്ടി. ലിറ്ററിന് ₹2.23 കൂട്ടിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നാണ് വില കൂട്ടിയത്. ജില്ലയിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ പോരാട്ടത്തിന് വീറും വാശിയുമേറുന്നു. പല മണ്ഡലങ്ങളിലും തെളിയുന്നത് പ്രവചനാതീതമായ മത്സരം. NDAക്ക് കിട്ടിയ മുത്താണ് CC മുകുന്ദനെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കള്ളത്തരം കാണിക്കുന്ന ഭരണപക്ഷത്തെയും ഇതിനെ ചോദ്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത പ്രതിപക്ഷത്തെയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേഷ് ഗോപി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 2 ദിവസം മാത്രം ബാക്കി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 വരെ പത്രിക സമർപ്പിക്കാം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കരുണയുടെയും സന്ദേശവുമായി വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. പെരുന്നാൾ നിസ്കാരത്തിന് പള്ളികളിലും ഈദ്ഗാഹുകളിലും വൻ തിരക്ക്. കൊടുങ്ങല്ലൂർ ശ്രീഗുരുമ്പക്കാവിൽ ഇന്ന് രേവതി വിളക്ക് തെളിയും. ക്ഷേത്രനഗരി കോമരങ്ങളെ കൊണ്ട് ചെമ്പട്ടണിഞ്ഞു. അശ്വതി കാവുതിയുണ്ടൽ നാളെ. വാർത്തകളിലേക്ക് വിശദമായി. പ്രീമിയം പെട്രോളിന് വില കൂട്ടി. ലിറ്ററിന് ₹2.23 കൂട്ടിയത്. സാധാരണ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്താണ് പ്രീമിയം പെട്രോളിന് വില കൂട്ടിയത്. ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ പോരാട്ടത്തിന് വീറും വാശിയുമേറുന്നു. പ്രവചനാതീതമായ മത്സരക്കളമാണ് 13 മണ്ഡലങ്ങളിലും തെളിയുന്നത്. UDF NDA സ്ഥാനാർത്ഥി പട്ടിക അല്പം വൈകിയെങ്കിലും പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെ പ്രവർത്തകർ പ്രചരണക്കളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. ഇതിനിടയിൽ LDF സ്ഥാനാർത്ഥികൾ മുന്നിൽ കയറി. ഒപ്പം പിടിക്കാൻ UDFും NDAയും ടോപ്പ് ഗിയറിലേക്ക് മാറിയിട്ടുണ്ട്. ചിഹ്നങ്ങൾ നേരത്തെ തന്നെ നാട്ടിലെങ്ങും നിറഞ്ഞു കഴിഞ്ഞിരുന്നു. സ്ഥാനാർത്ഥികളുടെ ബഹുവർണ്ണ പോസ്റ്ററുകളും ബോർഡുകളും ഒറ്റ രാത്രി കൊണ്ട് തട്ടിൽ കയറ്റി LDFിനൊപ്പം ഓടിയെത്തിയെന്ന് UDF NDA നേതൃത്വം പറയുന്നു. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയാണ് പ്രധാനമെന്നറിയാവുന്ന സ്ഥാനാർത്ഥികൾ ഒരു നിമിഷം പോലും പാഴാക്കാതെയുള്ള ഓട്ടത്തിലാണ്. ഇനി മുന്നിൽ അധിക ദിനങ്ങളില്ലാത്തതിനാൽ സമയത്തിനാണ് അങ്കത്തട്ടിൽ തീ പിടിക്കുന്നത്. സംസ്ഥാന ദേശീയ നേതാക്കളുടെ പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന തിരക്കിലാണ് രാഷ്ട്രീയ നേതൃത്വം. അടുത്തയാഴ്ച നേതാക്കൾ ജില്ലയിലേക്ക് എത്തിത്തുടങ്ങും. മണ്ഡലങ്ങളിൽ സംസ്ഥാന ദേശീയ രാഷ്ട്രീയവും വികസനവും വിവാദവുമെല്ലാം സജീവ ചർച്ചയാണ്. പ്രാദേശിക വിഷയങ്ങളിൽ മുന്നണികളുടെ ഇടപെടലുകളും ഉയർന്നുവരുന്നുണ്ട്. ചില മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങളിൽ കണ്ണുവെച്ചാണ് UDF വിജയസ്വപ്നങ്ങൾ നെയ്യുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരം ആളിക്കത്തിക്കാനും അവർ ശ്രമിക്കുന്നു. വികസന ക്ഷേമ രാഷ്ട്രീയത്തെ ജനങ്ങൾ ഒരിക്കലും കൈവിടില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. ഇരു മുന്നണികളിലെയും ആഭ്യന്തര കലഹം ജനങ്ങൾ വെറുത്തുവെന്നും ഒരു മൂന്നാം ബദലിന് വേണ്ടിയാകും ഇത്തവണ ചൂണ്ടുവിരലിൽ മഷിപുരളുകയെന്നും BJP നേതൃത്വം പറയുന്നു. എന്തായാലും പിടിച്ചെടുക്കാനും നിലനിർത്താനുമുള്ള ജീവൻ മരണ പോരാട്ടത്തിൽ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പതിവിൽ കവിഞ്ഞ വീറും വാശിയും പ്രകടമാണ്. ന്യൂസ് ഡെസ്ക് TCV. NDAക്ക് കിട്ടിയ മുത്താണ് CC മുകുന്ദനെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കഴിമ്പ്രം മനയത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര പരിസരത്ത് ചേർന്ന NDA കുടുംബസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കള്ളത്തരം കാണിക്കുന്ന ഭരണപക്ഷത്തെയും ഇതിനെ ചോദ്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത പ്രതിപക്ഷത്തെയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നാട്ടിക ബീച്ചിൽ നടന്ന കുടുംബസംഗമത്തിലും സുരേഷ് ഗോപി സംസാരിച്ചു. നേതാക്കളായ ജസ്റ്റിൻ ജേക്കബ്, സുധീഷ് മേനോത്തുപറമ്പിൽ, റിനി കൃഷ്ണപ്രസാദ്, ഷൈൻ നെടിയിരിപ്പിൽ, രതീഷ്, രശ്മി ഷിജോ, PV സെന്തിൽകുമാർ എന്നിവർ പങ്കെടുത്തു. നിങ്ങളെ 5 വർഷം സേവിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മികവ് കണ്ടു ഭയന്നായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ ശ്രമിച്ചത്. ഇന്നലെയും ഒരു കൺവെൻഷനൊക്കെ നടത്തി അദ്ദേഹത്തെ കുടുംബത്തിന്റെ പേരിലാണ് ഇപ്പോ ഭീഷണിപ്പെടുത്തുന്നത്. കുടുംബത്തേക്ക് രാഷ്ട്രീയം കയറും എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 2 ദിവസം മാത്രം ബാക്കി. ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ് സ്ഥാനാർത്ഥികൾക്ക് മുന്നിലുള്ളത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 വരെയാണ് പത്രിക നൽകാനുള്ള സമയമെങ്കിലും അതിനു മുൻപെത്തുന്നവർക്ക് ടോക്കൺ നൽകി 3 ശേഷവും പത്രിക സ്വീകരിക്കും. ജില്ലയിൽ ഇതുവരെ 3 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും കരുണയുടെയും സന്ദേശവുമായി വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഇത്തവണ 29 ദിവസം നോമ്പ് പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ വിശ്വാസികൾ പങ്കെടുത്തു. പെരുന്നാൾ നമസ്കാരത്തിന് വൻ തിരക്കാണ് പള്ളികളിലും ഈദ്ഗാഹുകളിലും അനുഭവപ്പെട്ടത്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പരസ്പരം കൈകൊടുത്തും ആശ്ലേഷിച്ചും മധുരം പങ്കുവച്ചുമാണ് പള്ളികളിൽ നിന്നും ഈദ്ഗാഹുകളിൽ നിന്നും മടങ്ങിയത്. തൃശൂർ ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം ഇബ്രാഹിം ഫലാഹി നേതൃത്വം നൽകി. തൃശൂർ ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ നേതൃത്വം നൽകി. മുല്ലക്കര മുസ്ലിം മഹല്ല് ജമാഅത്തിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് മഹല്ല് ചീഫ് ഇമാം ഉസ്താദ് അബ്ദുൽ കബീർ നിസാമി നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തിന്റെ ഭാഗമായി ഇന്ന് രേവതി വിളക്ക് തെളിയും. വൈകിട്ട് ദീപാരാധന വേളയിൽ ക്ഷേത്രത്തിലെ ദീപസ്തംഭങ്ങളിലും കൽവിളക്കുകളിലും മൺചെരാതുകളിലും സഹസ്രദീപങ്ങൾ തെളിയുന്നതോടെ ഭക്തസഹസ്രങ്ങളുടെ ആവേശം പാരമ്യതയിലെത്തും. രേവതി വിളക്ക് ദർശിച്ച് സായുജ്യമടയാൻ ചെമ്പട്ടൊടുത്ത കോമരങ്ങളും 10,000-കണക്കിന് ഭക്തരും ക്ഷേത്രത്തിലേക്ക് ഒഴുകുകയാണ്. നാളെയാണ് അശ്വതി കാവുതിയുണ്ടൽ. ഞായറാഴ്ചയാണ് ഭരണി ആഘോഷം. കേരളത്തിന്റെ അടിത്തറയായ ഐക്യത്തിനും സാഹോദര്യത്തിനും വെല്ലുവിളി നേരിടുന്ന കാലമാണിതെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. കോസ്റ്റ് ബോർഡ് സ്ഥാപക ഡയറക്ടറും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന TR ചന്ദ്രദത്ത് അനുസ്മരണ സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള സാമൂഹിക നവോത്ഥാന നായകർ ഉയർത്തിയ ആശയങ്ങളിൽ ഊന്നിയാണ് കേരളം മുന്നോട്ടു പോകുന്നത്. സമൂഹത്തിനും ലോകത്തിനും മുന്നിൽ നാം ഉയർത്തിയ ഈ അടിത്തറയാണ് വെല്ലുവിളി നേരിടുന്നത്. ഈ സാഹചര്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ശക്തികൾ നിലനിൽക്കണം. അതിന് നാം ഒന്നായി മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ ബോധവും ഇച്ഛാശക്തിയുമാണ് ഏത് പ്രതിസന്ധിയിലും ദത്തുമാഷിനെ മുന്നോട്ട് നയിച്ചത്. വിലപ്പെട്ട മാനവികതയുടെ വലിയ സന്ദേശമാണ് ദത്തുമാഷ് സമൂഹത്തിന് നൽകിയതെന്നും അബ്ദുൽ ഖാദർ അഭിപ്രായപ്പെട്ടു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ ദത്തുമാഷിന്റെ സഹോദരൻ TR അജയൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപികയും എഴുത്തുകാരിയുമായ ഡോക്ടർ അനൂപ് പാപ്പച്ചൻ അനുസ്മരണം നടത്തി. ഇന്ത്യൻ മതേതരത്വം സങ്കല്പനത്തിന്റെ ചരിത്രം എന്ന വിഷയത്തിൽ തിരൂർ മലയാളം സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അനിൽ ചേലേമ്പ്ര അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. C അച്യുതമേനോൻ സ്റ്റഡി ആൻഡ് റിസർച്ച് സെന്ററും അയ്യന്തോൾ കോസ്റ്റ് ബോർഡും സംയുക്തമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. TCV തൃശൂർ. വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ചൂടേറുന്നു. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവാണ് NDA സ്ഥാനാർത്ഥി. നിലവിൽ BJP സംസ്ഥാന സമിതി അംഗം കൂടിയാണ് ഉല്ലാസ് ബാബു. തുറന്ന വാഹനത്തിൽ ഉല്ലാസ് ബാബുവുമായി NDAയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി സെൻട്രൽ ആവേശം വിതറി നടന്ന റോഡ് ഷോയിൽ 100-കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. വലിയ വിജയപ്രതീക്ഷയിലാണ് NDA നേതൃത്വം. സിറ്റിംഗ് MLA ആയ സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് LDF സ്ഥാനാർത്ഥി. കോൺഗ്രസിലെ യുവമുഖമായ PN വൈശാഖിനെയാണ് ഇത്തവണ UDF രംഗത്തിറക്കിയിട്ടുള്ളത്. ഒല്ലൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു. അതിരൂപത ആസ്ഥാനത്തെത്തി മാർ ആൻഡ്രൂസ് താഴത്തിനെ സന്ദർശിച്ച് സ്ഥാനാർത്ഥി അനുഗ്രഹം തേടി. ഒല്ലൂർ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും പാർട്ടിയുടെ പദ്ധതികളും കൂടുതൽ ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് ബിജോയ് തോമസ് പറഞ്ഞു. നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമകരവും അതേപോലെ തന്നെ വികസന പദ്ധതികളും തടസ്സം കൂടാതെ ഒല്ലൂരിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കിട്ടും. കേന്ദ്ര സർക്കാരിൻ്റെ ഒല്ലൂരിന് ആവശ്യമായിട്ടുള്ള വലിയ പ്രോജക്റ്റുകൾ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് ഈ നാട്ടിലെ ജനങ്ങൾ, ഒല്ലൂരിലെ ജനങ്ങൾ
നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു വിജയം ഒല്ലൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അതേ വിജയം അതിനേക്കാൾ ഒരു പടി കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി PN വൈശാഖ് പ്രചരണം തുടങ്ങി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സിവിൽ എഞ്ചിനീയറായ PN വൈശാഖിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറായി തുടർച്ചയായി 2ാം വട്ടം തെരഞ്ഞെടുക്കപ്പെട്ട വൈശാഖ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറുമാണ്. വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി കാട്ടൂരിൽ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളം റോഡ് ഷോ നടത്തി. കാട്ടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. കാട്ടൂർ മാർക്കറ്റ് ചുറ്റി ബസാറിൽ റോഡ് ഷോ സമാപിച്ചു. കുന്നംകുളത്ത് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷനിൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, സ്ഥാനാർത്ഥി AC മൊയ്തീൻ, മണ്ഡലം സെക്രട്ടറി MN സത്യൻ, K കൊച്ചിനിയൻ, M പത്മിനി എന്നിവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചേർന്ന നാട്ടിക വെസ്റ്റ് LDF പ്രവർത്തക സമിതി യോഗം CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. MR ദിനേശൻ അധ്യക്ഷനായി. KB ഹംസ, നേതാക്കളായ CR മുരളീധരൻ, CS മണി, UK ഗോപാലൻ എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി LDF ചിറ്റാറ്റുകര മേഖലാ കമ്മിറ്റി കൺവെൻഷൻ നടത്തി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം കമ്മിറ്റി അംഗം TC മോഹനൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം ബേബി ജോൺ, നേതാക്കളായ ഷാജി കാക്കശ്ശേരി, VC വിൻസൻ, PL ഡൊമിനി, PG സുബിദാസ്, ആഷിഖ് വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മണ്ഡലം LDF UDF സ്ഥാനാർത്ഥികൾ പെരുന്നാൾ നിസ്കാരം നടന്ന പള്ളികളും ഈദ്ഗാഹുകളും സന്ദർശിച്ചു. LDF സ്ഥാനാർത്ഥി NK അക്ബർ രാജ ഈദ്ഗാഹ് സന്ദർശിച്ച് നിസ്കാരത്തിനെത്തിയവരുമായി സൗഹൃദം പങ്കുവച്ചു. UDF സ്ഥാനാർത്ഥി CH റഷീദ് കടപ്പുറം അഞ്ചങ്ങാടി ജുമാത്ത് പള്ളിയിൽ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചു. മണത്തല ജുമാത്ത് പള്ളിയിലെത്തിയ ഇരു സ്ഥാനാർത്ഥികളും പരസ്പരം സൗഹൃദം പങ്കുവച്ചു. അല്ലാഹുവിലേക്കാണ് വിലയം പ്രാപിക്കുന്നത്. ഖുദാ കാ ശുക്ർ ഹേ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എരുമപ്പെട്ടിയിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. പോലീസും സായുധ സേനയും സംയുക്തമായാണ് റൂട്ട് മാർച്ച് നടത്തിയത്. നെല്ലുവായ് സെന്ററിൽ നിന്നും ആരംഭിച്ച് എരുമപ്പെട്ടി സെന്ററിൽ സമാപിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് എരുമപ്പെട്ടിയിൽ റൂട്ട് മാർച്ച് നടത്തിയത്. 7ാമത്തെ പ്രസവത്തിനിടെ യുവതി മരിച്ചു. ഭർത്താവിനെതിരെ പരാതിയുമായി യുവതിയുടെ കുടുംബം രംഗത്തെത്തി. തൃശൂർ എടക്കഴിയൂർ സ്വദേശി 37 വയസ്സുള്ള മുഹസിനെയാണ് മരിച്ചത്. അക്യുപങ്ചറിസ്റ്റ് ചികിത്സയിലായോടെ വീട്ടിലായിരുന്നു യുവതിയുടെ 7ാമത്തെ പ്രസവം. കഴിഞ്ഞ ജനുവരി 6-നായിരുന്നു 7ാമത്തെ പ്രസവം. പ്രസവത്തിന് പിന്നാലെ 3-ാം ദിവസം കുഞ്ഞു മരിച്ചിരുന്നു. അക്യുപങ്ചറിസ്റ്റായ ഇബ്രാഹിമാണ് ഭർത്താവ്. മുഹ്സിന എൻ്റെ പെങ്ങളാണ് മരണപ്പെട്ടത്. ശരിക്കും അത് ചികിത്സ കിട്ടാത്തൊരു പ്രയാസത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ജനുവരി തുടക്കത്തിൽ അവർ ഒരു പ്രസവം എടുത്തിരുന്നു. അതായത് അവരുടെ 7ാമത്തെ പ്രസവം അത് വീട്ടിൽ അക്യുപങ്ചറിസ്റ്റായ ഭർത്താവാണ് എടുത്തത്. അപ്പോൾ അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ, പ്രസവാനന്തരം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, അതിൽ തുടർന്നുണ്ടായ ഇൻഫെക്ഷനെ തുടർന്നിട്ടാണ് കഴിഞ്ഞ 3 ദിവസം മുമ്പ് കുറച്ചധികം പ്രയാസമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ശരീരമാസകല ഇൻഫെക്ഷൻ ആയിരുന്നു. മാത്രമല്ല ശരീരത്ത് അവിടെവിടങ്ങളായി വ്യത്യസ്ത ഭാഗത്തുള്ള പൊട്ടലുകളും മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നുണ്ടായ ഇൻഫെക്ഷനെ തുടർന്നിട്ടുള്ള മരണമാണ് എന്നാണ് പ്രാഥമികമായി നമുക്ക് കിട്ടിയ വിവരങ്ങൾ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗറിൽ വിദ്യാർത്ഥികൾക്കായി ശാസ്ത്ര പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കും. 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്.
ആദ്യ ക്യാമ്പ് ഏപ്രിൽ 6-നും രണ്ടാമത്തെ ക്യാമ്പ് മെയ് 1-നും നടക്കും. ഭാരവാഹികളായ ഡോക്ടർ TR ഗോവിന്ദൻകുട്ടി, CT അജിത് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ തളിക്കുളത്തും ജില്ലാ സെക്രട്ടറി ചന്ദ്രമോഹനൻ ജില്ലാ പെൻഷൻ ഭവനിലും ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ കൂർക്കഞ്ചേരിയിലും പതാക ഉയർത്തി. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായി ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി ഘടകക്ഷേത്രങ്ങളിൽ ഈ മാസം 22-ന് നെയ്യ് സമർപ്പിക്കും. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് നെയ്യ് സമർപ്പണം നടത്തുക. വൈകിട്ടുള്ള ചുറ്റുവിളക്ക് ദേശക്കാരുടെ വഴിപാടായി സമ്പൂർണ്ണ നെയ്വിളക്കോടെ നടത്തും. നൂറുകണക്കിന് ഭക്തർ സമ്പൂർണ്ണ നെയ്വിളക്കിൽ പങ്കാളികളാകും. കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറോന പള്ളിയിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ബെൻവിൻ തട്ടിൽ, ജനറൽ കൺവീനർ NV ആൻഡോ എന്നിവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നാട്ടിക ആരിക്കിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും ഉത്സവവും ഈ മാസം 22 മുതൽ 28 വരെ ആഘോഷിക്കും. ഞായറാഴ്ച രാവിലെ കൊടിയേറ്റവും തുടർന്ന് ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയും വാതിലും പിച്ചള പൊതിഞ്ഞ് സമർപ്പിക്കലും നടക്കും. 27-ന് രാവിലെ ഉപദേവന്മാർക്ക് ഒറ്റക്കലശം, വൈകിട്ട് മുത്തപ്പന് കലശം, രാത്രി സർപ്പബലി എന്നിവയുണ്ടാകും. ഉത്സവ ദിവസമായ 28-ന് രാവിലെ ഗണപതി ഹോമം, ശീവേലി, അന്നദാനം, വൈകിട്ട് പകൽപൂരം എന്നിവ നടക്കും. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ AS പത്മപ്രഭ, EV ധർമ്മൻ, PK ഹരിഹരൻ, UB അജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തെരുവിൽ അലയുന്നവരോടൊപ്പം റംസാൻ ആഘോഷിച്ച് വ്യത്യസ്തനായ ഹോമിയോ ഡോക്ടർ ജോജോ K ജോസഫ് തെരുവിന്റെ മക്കൾക്ക് ബിരിയാണിയും വസ്ത്രങ്ങളും വിതരണം ചെയ്തു. ഡോക്ടർ ജോജോ K ജോസഫ് 25 വർഷത്തിലേറെ തെരുവിൽ അലയുന്നവർക്ക് ദിവസവും ഭക്ഷണവും വസ്ത്രവും നൽകുന്നുണ്ട്. തൃശൂർ വൈദിക വിദ്യാപീഠം ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷം ഏപ്രിൽ 4-5 തീയതികളിൽ തൃശൂർ ലക്ഷ്മി മണ്ഡപത്തിൽ നടക്കും. 4-ന് രാവിലെ നടക്കുന്ന പൊതുസമ്മേളനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. സിൽവർ ജൂബിലിയോടനുബന്ധിച്ചുള്ള പുരസ്കാരം കൈമുക്ക് വൈദികൻ ജാതവേദൻ നമ്പൂതിരിക്ക് സമ്മാനിക്കും. 5-ന് മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമികൾക്ക് സ്വീകരണം നൽകും. വിദ്യാപീഠം പ്രസിഡന്റ് BK രാമൻ നമ്പൂതിരി, സെക്രട്ടറി പെരുമ്പടപ്പ് രാമൻ, ട്രസ്റ്റി ഏർക്കര നാരായണൻ നമ്പൂതിരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാടൂർ അൽസലാം സലഫി മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് നടത്തി. ഈദ് നമസ്കാരത്തിനും ഖുത്തുബയ്ക്കും പ്രമുഖ പണ്ഡിതൻ ഷുഹൈബ് മദീനി നേതൃത്വം നൽകി. അൽസലാം സലഫി മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളായ അഷ്റഫ് അബ്ദുള്ള, ഇബ്രാഹിം പുളിപ്പറമ്പിൽ, അക്ബർ പുളിക്കൽ, OT ഫൈസൽ, അബ്ദുൾ റസാഖ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തീരദേശ മേഖലയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഈദ്ഗാഹുകളിലും പള്ളികളിലും തിരക്ക് അനുഭവപ്പെട്ടു. കൊപ്രക്കളം ജാമിയ ബുസ്താനുൽ ഉലും മൈതാനത്ത് നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മുഹമ്മദ് ബിലാൽ സലഫി നേതൃത്വം നൽകി. കാളമുറി മസ്ജിദു ദുഫയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ജാഫർ സഖാഫി അൽ അസ്ഹരിയും, കാളമുറി മസ്ജിദുൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് MI അബ്ദുൽ ജലീൽ മൗലവിയും, ചന്ദ്രാപിനി സലഫി മസ്ജിദിന് നേതൃത്വത്തിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ആൻഫാൽ സലഫിയും, ചേറ്റുവ മഹല്ല് ജുമാ മസ്ജിദ് നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല് ഖത്തീബ് സലീം ഫൈസി അടിമാലിയും നേതൃത്വം നൽകി. എളുപ്പമാണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ഒരു ഞെരുക്കമല്ല എന്ന് ലഭിച്ചതിന്റെ നമ്മുടെ തെറ്റുകൾ പുറത്തതിന്റെ അത്തരത്തിലുള്ള ഒരു ചാവക്കാട് മേഖലയിലെ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. മുതുവട്ടൂർ രാജാഹാളിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് സുലൈമാൻ അസരിയും, കൂട്ടുങ്ങൽ ചത്തുരം ഗ്രൗണ്ടിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഈദ് മിഷാൽ സലീം വാടാനപ്പള്ളിയും, എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മുഹമ്മദ് ദാരിമി അരിമ്പ്രയും നേതൃത്വം വഹിച്ചു. മണത്തല ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് കമറുദ്ദീൻ ബാദുഷ തങ്ങളും, ചാവക്കാട് ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഹൈത്തമിയും, ചാവക്കാട് ജലാലിയ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് നൌഷാദ് സുഹരിയും, ബ്ലാങ്ങാട് ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് ഷിഹാബ് ബാഖഫി കാങ്കുലും നേതൃത്വം നൽകി.
ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദ് പള്ളിയിൽ ഈദ് നിസ്കാരം നടന്നു. ടൗൺ ഇമാം ഹുസൈൻ ബാക്കഫിയുടെ കാർമ്മികത്വത്തിൽ ഈദ് പ്രാർത്ഥന നടന്നു. മുത്തലിബ് മിസ്ബാഷി സഹകാർമ്മികനായി. ചെറുതുരുത്തി പൈങ്കും റോഡ് 1 മൈൽ നുസ്രത്തുൽ ഇസ്ലാം മസ്ജിദിൽ നടന്ന ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് അബ്ദുറഹ്മാൻ അസ്ഹരി, പ്രസിഡന്റ് MK മുഹമ്മദ്, ജനറൽ സെക്രട്ടറി ഹംസ പുറക്കോട്ടിൽ, ട്രഷറർ മുസ്തഫ കിഴക്കേ പീടികയിൽ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല് ഖത്തീബ് അത്തീഖ് റഹ്മാൻ ബാക്കവി നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് MM ഇബ്രാഹിം ഹാജി പെരുന്നാൾ സന്ദേശം നൽകി. സമൂഹ പ്രാർത്ഥനയും ഖബർ സിയാറത്തും നടന്നു. മധുരവിതരണവും ഉണ്ടായിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. തൃശൂർ ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് പോസ്റ്റർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. തനിമ കലാവേദി തൃശൂർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. തനിമ കലാവേദി തൃശൂർ ചാപ്റ്റർ പ്രസിഡന്റ് ഹൈറുന്നീസ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. CPM പ്രവർത്തകനും എളവള്ളി പഞ്ചായത്ത് അംഗവുമായിരുന്ന MN ജയപ്രകാശിന് അനുസ്മരണം നടത്തി. CPMന്റെ നേതൃത്വത്തിൽ എളവള്ളി കണിയാന്തുരത്തിൽ നടന്ന അനുസ്മരണ പരിപാടി മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. PV അശോകൻ അധ്യക്ഷത വഹിച്ചു. എളവള്ളി ലോക്കൽ സെക്രട്ടറി PA ഷൈൻ, TK ചന്ദ്രൻ, KP രാജു, TK സംജിത്, TD സുനിൽ, KK പ്രമോദ്, KR പ്രേമൻ എന്നിവർ സംസാരിച്ചു. കുണ്ടന്നൂർ മുട്ടിക്കലിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ക്വാറിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുണ്ടന്നൂർ സ്വദേശി 23 വയസ്സുള്ള സദുൽ കൃഷ്ണനാണ് മരിച്ചത്. മാസങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന ക്വാറിയിലെ പ്ലാന്റ് നോക്കുവാനെത്തിയ ജീവനക്കാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് വാർഡ് മെമ്പറെയും വടക്കാഞ്ചേരി പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കോടതി ശിക്ഷ വിധിച്ചിട്ടും നിയമത്തിന് പിടികൊടുക്കാതെ വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന 105 പ്രതികളെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നേതൃത്വം നൽകിയ ഓപ്പറേഷൻ അയൺ ഗ്രിപ്പ് എന്ന പ്രത്യേക പരിശോധനയിലൂടെയാണ് ഇത്രയധികം പ്രതികൾ വലയിലായത്. പിടികൂടിയവരെല്ലാം വിവിധ കോടതികളിൽ ഹാജരാക്കി. വിവിധ സ്റ്റേഷനുകളിലായി 2001, 2007, 2009, 2015 വർഷങ്ങളിലെ അടിപിടി കേസുകളിലും പണം വാങ്ങി ഈടായി നൽകിയ ചെക്ക് മടങ്ങിയതുമായി ബന്ധപ്പെട്ടും 2000 മുതൽ 2018 വരെയുള്ള കാലയളവിൽ നിരവധി കേസുകളിലും ശിക്ഷിക്കപ്പെട്ടവരാണ് പിടിയിലായത്. പടിയൂരിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് യുവാവിന് പരിക്കേറ്റു. മലപ്പുറം സ്വദേശി വാരിക്കുഴിയിൽ മുഹമ്മദ് നിയാസിനാണ് പരിക്കേറ്റത്. പടിയൂർ പഞ്ചായത്തിലെ പോത്താനി റോഡിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഉണ്ടായത്. റോഡിന് കുറുകെ ചാടിയ പന്നിക്കൂട്ടം നിയാസ് സഞ്ചരിച്ച ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് മറിഞ്ഞ് മുഹമ്മദിന് പരിക്കേൽക്കുകയായിരുന്നു. നിയാസിനെയും ഒപ്പമുണ്ടായിരുന്ന അബ്ദുള്ളയും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്നികളെ പിടികൂടാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്ന് പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KP കണ്ണൻ ആവശ്യപ്പെട്ടു. കുന്നംകുളം നഗരസഭാ പരിധിയിലെ വിവിധ ഭാഗങ്ങളിൽ കരിയില സംഭരണികൾ സ്ഥാപിച്ചു. നഗരത്തിൽ ശേഖരിക്കപ്പെടുന്ന കരിയിലകളും മറ്റ് ജൈവമാലിന്യങ്ങളും ശാസ്ത്രീയമായി സംസ്കരിച്ച് പരിസര ശുചിത്വം ഉറപ്പാക്കുക എന്നതാണ് നഗരസഭ ഈ പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ജൈവമാലിന്യങ്ങളെ പരിസ്ഥിതി സൗഹൃദമായി കൈകാര്യം ചെയ്യുന്നതിന് വിപുലമായ ബോധവൽക്കരണ പരിപാടികളും നഗരസഭ സംഘടിപ്പിച്ചു വരികയാണ്. നഗരത്തിന്റെ ശുചിത്വം മെച്ചപ്പെടുത്താനും മാലിന്യങ്ങൾ ഫലപ്രദമായി ജൈവവളമാക്കി മാറ്റാനും സാധിക്കുമെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,16,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Golden Diamonds, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പ്രീമിയം പെട്രോളിന് വില കൂട്ടി. ലിറ്ററിന് ₹2.23 കൂട്ടിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നാണ് വില കൂട്ടിയത്. ജില്ലയിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ പോരാട്ടത്തിനും വീറും വാശിയുമേറുന്നു. പല മണ്ഡലങ്ങളിലും തെളിയുന്നത് പ്രവചനാതീതമായ മത്സരം. NDAക്ക് കിട്ടിയ മുത്താണ് CC മുകുന്ദനെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി.
കള്ളത്തരം കാണിക്കുന്ന ഭരണപക്ഷത്തെയും ഇതിനെ ചോദ്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത പ്രതിപക്ഷത്തെയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേഷ് ഗോപി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 2 ദിവസം മാത്രം ബാക്കി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 വരെ പത്രിക സമർപ്പിക്കാം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കരുണയുടെയും സന്ദേശവുമായി വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. പെരുന്നാൾ നമസ്കാരത്തിന് പള്ളികളിലും ഈദ്ഗാഹുകളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ ഇന്ന് രേവതി വിളക്ക് തെളിയും. ക്ഷേത്രനഗരി കോമരങ്ങളെ കൊണ്ട് ചെമ്പട്ടണി. അശ്വതി കാവുതിയുണ്ടൽ നാളെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.